വെൽക്കം ടു ഫിൻവേഴ്സ് ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിൻ ടെക്സ്റ്റ് കെമിസ്ട്രി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആൻസർ എനി 7 ക്വസ്റ്റ്യൻ ഫ്രം 1 to 8 ഈച്ച് ക്യാരി 1 സ്കോർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും 7 ക്വസ്റ്റ്യനെ ആൻസർ ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. In modern periodic table, the period indicates the value of azimuthal quantum number, principal quantum number, spin quantum number and magnetic quantum number. ഇതിൽ ആൻസർ വരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കാൽഷ്യം 2+ അയോൺ ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത്. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 20 ആണ്. അപ്പോൾ കാൽഷ്യം 2+ൻ്റെ കാൽഷ്യം 2+ൻ്റെ എത്രയാവും? 80 അല്ലേ? അപ്പോൾ 80 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതാണ് നമ്മളിതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Mg നമുക്കറിയാം 12 ആണ്. അപ്പോൾ Mg 2+ 10 ആയിരിക്കും, 10 ഇലക്ട്രോൺസ് ആയിരിക്കും. അതേപോലെ Na നമുക്കറിയാം 11 ഇലക്ട്രോൺസ് ആണ് Na-ലുള്ളത്. Na+ എന്ന് പറയുമ്പോൾ 10 ഇലക്ട്രോൺസ് ആവും ഉണ്ടാവുക. ഇനി സി ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 18 ആണ്. അപ്പോൾ അതിൽ 18 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആൻസർ 18 അല്ല, ആർഗണാണ്. അടുത്ത ക്വസ്റ്റ്യന് ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ. ഓപ്ഷൻ എ അമോണിയ, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി ഹൈഡ്രജൻ സൾഫൈഡ്, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക ഹൈഡ്രജനും മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസും, അതായത് ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ഇവരൊക്കെ കൂടിയിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ നമുക്കറിയാം അമോണിയയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, വാട്ടറിലുണ്ട്, ഹൈഡ്രജൻ ഫ്ലൂറൈഡിലുണ്ട്. പക്ഷേ സൾഫറുമായിട്ട് എന്തില്ല, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നില്ല. സോ ആൻസർ ഏതാണ്? സി ആണ് വരിക അതിൻ്റെ ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ദ കറക്റ്റ് ഓർഡർ ടുവാർഡ്സ് ബോണ്ട് ആംഗിൾ ഈസ്. അതിൽ നമുക്ക് തന്നിട്ടുള്ളത് ഏതൊക്കെ ഹൈബ്രിഡൈസേഷൻ ആണെന്ന് വെച്ചാൽ sp തന്നിട്ടുണ്ട്, sp2 തന്നിട്ടുണ്ട്, sp3യും തന്നിട്ടുണ്ട്. നമുക്കറിയാം sp-യിൽ ബോണ്ട് ആംഗിൾ എത്രയാണ് വരിക? 180 ഡിഗ്രി. sp2-ലോ 120 ഡിഗ്രിയാണ് വരിക. അതേപോലെ sp3-യിൽ വരിക 109.28 മിനിറ്റ്സ് ആണ് വരിക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ വരുന്നത് sp, അത് കഴിഞ്ഞിട്ട് sp2, അത് കഴിഞ്ഞിട്ട് sp3. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇവാപറേഷൻ ഓഫ് വാട്ടർ ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്, ആൻ എൻഡോതെർമിക് പ്രോസസ്, നോ ഹീറ്റ് ചേഞ്ച്, എ പ്രോസസ് അക്കംപൈൻഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ. നമുക്കറിയാം ഇവാപറേഷൻ എന്ന് പറയുന്ന ഒരു ഫേസ് ചേഞ്ച് ആണ്. ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്ന പ്രോസസ്സാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിൻ്റെ മോളിക്യൂൾസുകൾ തമ്മിലൊരു ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ആ അട്രാക്ഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സറൗണ്ടിങ്ങിൽ നിന്നും എനർജി അബ്സോർവ് ചെയ്യാണ് ചെയ്യുക. സോ ഈ റിയാക്ഷൻ ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് വൺ മോൾ ഹാസ് ദി ഹയസ്റ്റ് എൻട്രോപ്പി. എൻട്രോപ്പി നമുക്കറിയാം, എൻട്രോപ്പി ഏറ്റവും കൂടുതൽ ഗ്യാസിനാണ് ഉണ്ടാവുക, പിന്നെ ലിക്വിഡിനാണ് ഉണ്ടാവുക, പിന്നെ സോളിഡിനാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ എന്താണ്? മെർക്കുറി എന്താണ്? ലിക്വിഡാണ്. ഓപ്ഷൻ ബി ഡയമണ്ട് സോളിഡാണ്. അതേപോലെ ലിക്വിഡ് നൈട്രജൻ എന്ന് പറയില്ല, നൈട്രജൻ നമുക്കറിയാം ഗ്യാസാണ്, പക്ഷെ ഇവിടെ ലിക്വിഡ് നൈട്രജൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതും ലിക്വിഡാണ്. പിന്നെ H2 ഗ്യാസ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ H2 ഗ്യാസ് ആണ് ഉത്തരം. അതല്ല ആൻസർ. നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് ആദ്യം കോൺജുഗേറ്റ് ബേസ് എന്താണെന്നും കോൺജുഗേറ്റ് ആസിഡ് എന്താണെന്നുള്ളത് അറിയണം. കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസിഡ് H+നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂലി ഫോം ചെയ്യുന്ന സ്പീഷ്യസ്. ഒരു ആസിഡ് H+നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂലി ഫോം ചെയ്യുന്ന സ്പീഷ്യസ്, ഇതാണ് എന്ത്? കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് ഒരു ബേസ് H+നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബേസ് എന്ത് ചെയ്യണം? H+നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ന്യൂലി ഫോംഡ് ആയിട്ടുള്ള സ്പീഷീസ്, ഇതാണ് എന്ത്? കോൺജുഗേറ്റ്
കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ നോക്ക്, HCO3 മൈനസ് ഈസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് CO3 2 മൈനസ് എന്നാണ് പറഞ്ഞത്. CO3 2 മൈനസിലേക്ക് ഒരു H+ വന്നതാണിത്. H+നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? അത് കോൺജുഗേറ്റ് ആസിഡ് ആണ്, അതൊരിക്കലും കോൺജുഗേറ്റ് ബേസ് അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഇനി NH2 മൈനസ് ഈസ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH3 എന്നാണ് പറഞ്ഞത്. ഈ NH3ന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു H+നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. H+നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? കോൺജുഗേറ്റ് ബേസ് ആണ്, ഒരിക്കലും എന്തല്ല? കോൺജുഗേറ്റ് ആസിഡ് അല്ല. അപ്പോൾ ഇത് എന്താണ്? ഇതും തെറ്റാണ്. ഇനി H2SO4 ഈസ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് HSO4 മൈനസ് എന്നാണ്. HSO4 മൈനസ്ക്ക് ഒരു H+ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? H2SO4. അതായത് ഇതെന്താണ്? ഇതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ C ആണ് വരിക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ദ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ പ്രഷർ. നമുക്കറിയാം പ്രഷർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക, നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് ഇല്ലെങ്കിൽ പ്രഷറിലും ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലെ നമ്പർ ഓഫ് മോൾസും പ്രൊഡക്റ്റിൻ്റെ സൈഡിലെ നമ്പർ ഓഫ് മോൾസും നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണോ ചേഞ്ച് ഇല്ലാത്തത്, അതായത് സെയിം നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ ഉള്ളത് അവിടെ പ്രഷറിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ നോക്കുമ്പോൾ ഇവിടെ രണ്ട് മോൾസ് ഉണ്ട് റിയാക്റ്റൻറ്റ് സൈഡിൽ, ഇവിടെ ഒരു മോളുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സെയിം അല്ലല്ലോ. അതേപോലെ ബി ഓപ്ഷൻ നോക്കുമ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിൽ 4 നമ്പർ ഓഫ് മോൾസും ഉണ്ട്, പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 2 നമ്പർ ഓഫ് മോൾസും ഉണ്ട്. സി ഓപ്ഷൻ നോക്കുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ 2 നമ്പർ ഓഫ് മോൾസും പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 2 നമ്പർ ഓഫ് മോൾസും ആണുള്ളത്. സോ അവിടെ നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച്, അതായത് ΔNG നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 0 ആണ് വരിക. അപ്പോൾ പ്രഷറിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സി ആണ് ആൻസർ. Answer any 8 question from 9 to 17. Each carries 2 score. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് ഉള്ളത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹീസൻബർഗ് അൺസർട്ടൈനി പ്രിൻസിപ്പിൾ ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്നാണ്. നമുക്കറിയാം ഹീസൻബർഗ് അൺസർട്ടൈനി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് വെച്ചാൽ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു measure exact position and exact momentum. Simultaneously. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വരുന്നത് Δx ഇൻറ്റു Δp ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്നാണ്. ഇത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് റീസൺ ഫോർ ദി ഫോളോയിങ്. അതിൽ എ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ Na+ ഈസ് സ്മാളർ ദാൻ ഇൻ സൈസ് ദാൻ Na ആറ്റം. അതായത് Na ആറ്റത്തിനാണ് Na+നെക്കാളും സൈസ് കൂടുതൽ എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം, എണ്ണയിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 11 ഇലക്ട്രോൺസും ഉണ്ട്, 11 പ്രോട്ടോൺസും ഉണ്ട്. Na+ൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ Na+ ആയത് എങ്ങനെ? ഒരു ഇലക്ട്രോണ് വിട്ടുകൊടുത്തിട്ടല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രോണ് വിട്ടുകൊടുക്കുമ്പോൾ അതിൽ 10 ഇലക്ട്രോണും 11 പ്രോട്ടോണോ, അതായത് ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടി ഇലക്ട്രോണിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ റിപ്പൽഷൻ കുറയും. ഇലക്ട്രോൺ റിപ്പൽഷൻ കുറയും. അതേപോലെ ഇപ്പോൾ 11 പ്രോട്ടോണും 10 ഇലക്ട്രോണും ഉള്ളൂ. അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണ്? നന്നായി കൂടും. അപ്പോൾ സൈസ് വളരെയധികം കുറയും. പക്ഷെ ഇതിൻ്റെ കേസിൽ അങ്ങനെയല്ല. 11 ഇലക്ട്രോണെ പിടിച്ച് വലിക്കാൻ 11 പ്രോട്ടോണാണ് ഉള്ളത്. അതേപോലെ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഫോസ്ഫറസ് ഫോം PCl5 വൈൽ നൈട്രജൻ കനോട്ട് ഫോം NCl5. ഈ നൈട്രജൻ എന്നൊക്കെ പറയണതില്ലേ, സെക്കൻഡ് പീരീഡ് എലമെൻ്റ് അല്ലേ. അപ്പോൾ ഓല ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്ന് പറയുമ്പോൾ എസും P ഓർബിറ്റൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾക്ക് ഫോം ചെയ്യാൻ പറ്റുക മാക്സിമം 8 ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്ത ബോണ്ടായിരിക്കും ഓൾക്ക് ഫോം ചെയ്യാൻ പറ്റുക. സോ പക്ഷേ ഈ PCl5ൻ്റെ കേസിലുണ്ടല്ലോ 10 ഇലക്ട്രോൺസ് ഇല്ലേ.
അതായത് PCl5 എന്ന് പറയുമ്പോൾ 5 ബോൺസ് ഉണ്ട്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്ന് പറയുമ്പോൾ 10 ഇലക്ട്രോൺ ഉണ്ട്. എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് ആയിട്ടുള്ള മോളിക്യൂളാണ്. അതേപോലെ ഈ സെക്കൻഡ് പീരീഡ് എലമെൻസിൻ്റെ കേസിൽ ഓൾക്ക് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഇല്ല. ആബ്സെൻ്റ് ആണ്. സോ ഓല് NCl5 അങ്ങനത്തെ 10 ഇലക്ട്രോൺസ് ഒന്നും പോണ ബോണ്ട് ഫോം ചെയ്യില്ല. 11ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് VSCPR തിയറി എന്നുള്ളതാണ്. VSCPR തിയറിൻ്റെ 2 പോസ്റ്റുലേറ്റ് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ടു ഡിറ്റർമൈൻ ഷേപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് VSCPR തിയറി ഉപയോഗിക്കാം. രണ്ടാമത്തെ എന്താ വെച്ചാൽ ടു ഡിറ്റർമൈൻ ഹൈബ്രിഡൈസേഷനെ കുറിച്ചും നമുക്കൊരു ഐഡിയ തന്നത് VSCPR തിയറിയാണ്. ഹൈബ്രിഡൈസേഷൻ. ഓക്കെ. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ LiCl ഈസ് ആൻ അയോണിക് കോമ്പൗണ്ട് ബട്ട് ഇറ്റ് എക്സിബിറ്റ് കൊവാലന്റ് ക്യാരക്ടർ വൈ. നമുക്കറിയാം LiCl എന്താണ്, ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. പക്ഷേ ഇതിന് കൊവാലന്റ് നേച്ചർ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? ഫെജാൻസ് റൂളാണ്. ഈ Li+ നോക്കിയാൽ LiCl ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ Li+ ഉണ്ടാവും, Cl- ഉണ്ടാവും. ഈ Li+, ഈ ലിഥിയം എന്ന് പറയുന്നത് തന്നെ സ്മോൾ ആറ്റാണ്. Li+ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ സ്മോൾ ആയിരിക്കും, വെരി സ്മോൾ ആയിരിക്കും. അതേപോലെ ക്ലോറിൻ അത്യാവശ്യം ബിഗ് അല്ലേ. ലിഥിയത്തിനൊക്കെ നോക്കുമ്പോൾ ലിഥിയം എന്താണ്, ലാർജ് സൈസാണ്. ക്ലോറിൻ ലാർജ് സൈസാണ്. ക്ലോറിൻ മൈനസ് അതിനേക്കാളും സൈസ് കൂടുതലായിരിക്കും. ഫെജാൻസ് റൂൾ എന്താണ് പറയുന്നത്? സ്മോൾ കാറ്റയോണും ലാർജസ്റ്റ് ആനയോണും തമ്മിലുണ്ടാവുമ്പോൾ അതായത് കാറ്റയോണ് ആനയോണിൻ്റെ ഇലക്ട്രോൺസ് വലിക്കും, അതായത് പോളറൈസേഷൻ നടക്കും. അതേപോലെ ആനയോണ് ഇലക്ട്രോൺസിനെ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് ഇതാക്കുക എന്ന് പറയുന്നത് അയോണിക് നേച്ചർ ആണെങ്കിലും പക്ഷേ ഈ വലിക്കലൊക്കെ ഏതിലാണ്? കൊവാലന്റ് നേച്ചറാണ്. സോ അതുകൊണ്ടാണ് കൊവാലന്റ് ആണെന്ന് പറയുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ബൈ യൂസിങ് ദ കോൺസെപ്റ്റ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് H2O മോളിക്യൂൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം H2Oൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ്. സാധാരണ sp3 ഹൈബ്രിഡൈസേഷൻ ഉള്ള ഒരാളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ടെട്രാഹീഡ്രലാണ് വരേണ്ടത്. ഇവിടെ H2Oൻ്റെ കേസിൽ 2 ലോൺ പെയറുകളുണ്ട്. 2 ലോൺ പെയർ ഉണ്ട് H2Oൻ്റെ കേസിൽ. അപ്പോൾ ഇതിൽ 2 ഹൈഡ്രജനായിട്ട് 2 ബോണ്ട് പെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ 2 ലോൺ പെയേഴ്സുകളും ഉണ്ടാകും. ഈ ലോൺ പെയറിൻ്റെ റിപ്പൾഷൻ കാരണം ഇതൊരു V ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ബെൻഡ് ഷേപ്പിലാണ് ഇത് നിൽക്കുക. ഇതാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സാധാരണ ടെട്രാഹീഡ്രലാണ് വരുന്നത്, പക്ഷേ ഇവിടെ റിപ്പൾഷൻ കാരണം ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഷേപ്പിൽ നിൽക്കും, ഈ ലോൺ പെയേഴ്സ് ഒക്കെ വരുന്നത് കാരണമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് V ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ചസ് ഓഫ് എ റിയാക്ഷൻ 40.63 kJ/mol and 108.8 Joule Kelvin inverse mole inverse the feasibility of the reaction at 27 degrees Celsius. അപ്പോൾ നമുക്ക് ΔH അതായത് എൻതാൽപ്പി ചേഞ്ച് തന്നിട്ടുണ്ട് 40.63 kJ/mol. അതേപോലെ നമുക്ക് ΔS തന്നിട്ടുണ്ട് 108.8 Joule Kelvin inverse mole inverse. അതായത് നമുക്ക് 1 kJ തന്നിക്കണത് 1 ജൂളിലാണ് തന്നിക്കണത്. അത് നമ്മൾ മാറ്റണം, അതായത് 2 ഒരു യൂണിറ്റ് ആക്കണം. അപ്പോൾ ഞാൻ ΔSനെ kJ മാറ്റാൻ പോവാണ്. ജൂളിക്കാക്കാൻ നമ്മൾ kJ നമ്മൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുക. അതേപോലെ നമുക്ക് ടെമ്പറേച്ചർ തന്നിക്കണ് 27 ഡിഗ്രി സെൽഷ്യസ്. അതിന് നമ്മൾ കെൽവിൻക്ക് മാറ്റൂലേ, നമുക്ക് സ്റ്റാൻഡേർഡിലല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ 300 കെൽവിനും ഒരു പേജ്.
ആ നമുക്ക് ഒരു റിയാക്ഷൻ്റെ ഫീസിബിലിറ്റി നമ്മൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ വെച്ചിട്ടല്ലേ നോക്കുക. ഡെൽറ്റ ജി കേട്ടോ. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആവും. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ എന്താവും? നോൺ സ്പോണ്ടേനിയസ് ആവും. അപ്പോൾ ഫീസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് ഡെൽറ്റ ജീൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഡെൽറ്റ ജി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. മറിച്ചു പേജ് എടുത്തോ. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ ഡെൽറ്റ ജി നമുക്ക് എത്ര തന്നത്? 40.63 68 ആണ്. 633. അതേപോലെ ടെമ്പറേച്ചർ 300 കെൽവിനിലേക്ക് നമ്മൾ മാറ്റി 108.8 ഇൻറ്റു 10⁻³ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 7.99 kJ/mol എന്ന് കിട്ടും. അപ്പോൾ പോസിറ്റീവ് വാല്യൂ അല്ലേ, അപ്പോൾ നോൺ സ്പോണ്ടേനിയസ് ആണ്. അപ്പം നമ്മളെ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്, അത് നടക്കാനുള്ള സാധ്യത. മാച്ച് ദ ഫോളോയിങ് ആണ് അടുത്ത ക്വസ്റ്റ്യന്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ലോൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയണം. എന്താ ഫസ്റ്റ് ലോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ യു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്ത് നമ്മളെ ഇതിലെ മറ്റേതിങ്ങനെ എടുക്കുക. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് ഫസ്റ്റ് ലോൻ്റെ തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇതിൽ ക്യൂ എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞാൽ എന്താ ഡെൽറ്റ യു ഈക്വൽ ടു എന്ത് വരും? ഡബ്ല്യു എന്ന് വരും. അപ്പോൾ നമ്മൾ മാച്ച് ദ ഫോളോയിങ്ങിൽ ഫസ്റ്റ് വരുന്നത് ഡെൽറ്റ യു ഈക്വൽ ടു ഡബ്ല്യു എന്നാണ്. അതായത് ക്യൂ 0 ആണ്. ക്യൂ 0 ആവുന്ന പ്രോസസ്സ് അഡിയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ ഒന്ന് മാച്ച് ആവുക സിയിലോട്ടാണ്, ഒന്ന് മാച്ച് ആവുക സിക്കാണ്. ഇനി അടുത്തത് ഡെൽറ്റ യു ഈക്വൽ ടു 0. നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ടെമ്പറേച്ചറിൽ വരുന്ന ഒരു ചേഞ്ച് 0 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻറ്റേർണൽ എനർജി 0 ആകും. അത് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിലാണ് ഉണ്ടാവുക. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിന് മാച്ച് ആയിട്ട് വരുന്നതാണ് 2. അപ്പോൾ 2 വരിക ഡി ആണ്. ഇനി 3 സി പി മൈനസ് സി വി. സി പി മൈനസ് സി വി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അത് 3 ബിയിലോട്ട് മാച്ചാകും. പിന്നെ 4 ക്യൂ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എൻതാൽപ്പി ആണ് വരിക. അപ്പോൾ 4 എ ആണ്. അപ്പോൾ ഇതിൽ ഉത്തരം എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1 എന്ത് വരും? 1 സി വരും, 2 ഡി വരും, 3 ബി, 4 എ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. കാൽക്കുലേറ്റ് ദ പി എച്ച് 16ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. കാൽക്കുലേറ്റ് ദ പി എച്ച് ഓഫ് 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് NaOH. ഇക്വിലിബ്രിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. NaOH ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടുക? Na+ കിട്ടും, OH- കിട്ടും. NaOH എന്താണ്? സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി അയോണൈസ് ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തേക്കുക ഒരു എക്സ് മോള്. ഇവിടെ പറഞ്ഞിരിക്കണ് 1 മോളാർ NaOH 0.1 മോളാർ NaOH സൊല്യൂഷനാണ് എടുത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനീഷ്യലി നമുക്ക് 0 Na+ കിട്ടും, 0 OH- കിട്ടും. റിയാക്ഷൻ കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്ക് ഇവിടെ 0 മോളാറും കിട്ടും, ഇവിടെ 0.1 മോളാറും 0.1 മോളാറും കിട്ടും. നമ്മളോട് pH ആണ് ചോദിച്ചത്. പക്ഷെ നമുക്ക് OH- കോൺസെൻട്രേഷൻ വെച്ച് കോൺസെൻട്രേഷൻ ഓഫ് OH- നമുക്ക് കിട്ടി 0.1 മോളാർ. അപ്പോൾ pH ആണ് നമ്മളോട് ചോദിച്ചത്. കോൺസെൻട്രേഷൻ ഓഫ് OH- വെച്ചിട്ട് നമുക്ക് POH കിട്ടുള്ളൂ. അപ്പം നമ്മൾ ആദ്യം POH കാണാം. POHൻ്റെ കാണാനുള്ള ഇക്വേഷൻ എന്താ? -log കോൺസെൻട്രേഷൻ ഓഫ് OH-. അപ്പോൾ -log കോൺസെൻട്രേഷൻ ഓഫ് OH- എന്താ? 0.1. അത് നമുക്ക് 10⁻⁻1 എന്ന് എഴുതാൻ പറ്റൂലേ? 10⁻⁻1 ഇത് ചെയ്യുമ്പോൾ നമുക്ക് POH 1 എന്ന് കിട്ടും. ഒരു പേജ്
അതേപോലെ നമുക്കറിയാം pH പ്ലസ് POH എന്താണ് 14 ആണ്. അപ്പോൾ നമുക്ക് POH കിട്ടി, അത് 1 ആണ്. നമ്മളോട് ചോദിച്ചത് pH ആണ്. അപ്പോൾ pH കാണാൻ 14 മൈനസ് POH ചെയ്യാം. അപ്പോൾ 14 മൈനസ് POHൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ 1 ചെയ്യുമ്പോൾ 13 നമുക്ക് pH കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ദ പ്രഷർ ഓഫ് ദ ഫോളോയിങ് ഇക്വിലിബ്രിയം എന്നാണ്. നമുക്കിവിടെ റിയാക്ഷൻ തന്നത് 2NO2 ഗീവ്സ് N2O4 ആണ്. ഇതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് തന്നിട്ടുണ്ട് -57.2 കിലോജൂൾ മോൾ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എൻതാൽപ്പി ചേഞ്ചിൽ എന്തുണ്ട്, ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇങ്ങനെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ എക്സോതെർമിക് ആണ്. ഏത് ഫോർവേഡ് ഡയറക്ഷനിലോട്ട് നടക്കുന്ന റിയാക്ഷൻ എക്സോതെർമിക് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോർവേഡ് എന്താണ്, എക്സോതെർമിക് ആണ്. ഇവിടെ എക്സോതെർമിക് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ടെമ്പറേച്ചർ കൂട്ടുക എന്ന് കരുതാം. വെൻ വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും, ഇതിൻ്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം കുറച്ച് ചേഞ്ച് വരുത്തും. ആ സമയത്ത് സിസ്റ്റം ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ കുറക്കാൻ ട്രൈ ചെയ്യും എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് പ്രോസസ്സ് എന്ത് ചെയ്യും, നടക്കും. അതായത് റിയാക്ഷൻ എങ്ങോട്ട് നടക്കും, ബാക്കിലോട്ട് നടക്കും. ഇവിടെ ഇത് ഫോർവേഡ് എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് എന്തായിരിക്കും, എൻഡോതെർമിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് നടക്കും. അപ്പോൾ ടെമ്പറേച്ചർ കുറക്കാൻ നോക്കും. അപ്പോൾ റിയാക്ഷൻ വിൽ ഷിഫ്റ്റ്, റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് backward direction, backward direction. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കാന്ന് വിചാരിക്കാം. നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാൽ സിസ്റ്റം ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതായത് എക്സോതെർമിക് പ്രോസസ്സ് നടക്കും. റിയാക്ഷൻ ഫോർവേഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. റിയാക്ഷൻ ഷിഫ്റ്റ് ടു ഫോർവേഡ് ഡയറക്ഷൻ. ഇതാണ് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ചോദിച്ചത് പ്രഷറിൻ്റെ എഫക്റ്റ് ആണ്. നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം PV = എന്താണ്, nRT എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആണ്. നമുക്കിവിടെ റിയാക്റ്റൻസിൻ്റെ സൈഡിൽ NO2 2 മോൾ ഉണ്ട്. പിന്നെ ഇവിടെ പ്രൊഡക്റ്റ് എത്ര മോളുള്ളൂ, 1 മോളുള്ളൂ. 1 മോൾ പ്രൊഡക്റ്റും 2 മോൾ റിയാക്റ്റൻറ്റും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിസ്റ്റം പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. സിസ്റ്റം പ്രഷർ കുറക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള ഭാഗത്തോട്ട് റിയാക്ഷൻ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രഷർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് വി increases the pressure, നമ്മൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിസ്റ്റം try to decrease the pressure, then റിയാക്ഷൻ ഷിഫ്റ്റഡ് ടു. അപ്പോൾ നമ്മൾ റിയാക്ഷൻ എങ്ങോട്ടാണ് നടക്കുക, നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സ്ഥലത്തോട്ട് റിയാക്ഷൻ നടക്കും. അതായത് ഫോർവേഡ് ഡയറക്ഷനിലോട്ട് നമ്മൾ റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ നമ്മൾ റിയാക്ഷൻ ഫോർവേഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഫോർവേഡ് ഡയറക്ഷൻ. ഇനി നമ്മൾ പ്രഷർ എന്ത് ചെയ്യാണ്, നമ്മൾ if we decreases the pressure, നമ്മൾ പ്രഷർ കുറക്കുന്ന സമയത്ത് സിസ്റ്റം ട്രൈ ടു ഇൻക്രീസ് ദ പ്രഷർ, സിസ്റ്റം പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ റിയാക്ഷൻ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ള ഭാഗത്തോട്ട് നമ്മൾ റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. അതായത് ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് നമ്മൾ റിയാക്ഷൻ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും എഫക്റ്റ് ആ ഇക്വേഷനിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. 18ാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് ലൈൻ ഇൻ ലെയ്മാൻ സീരീസ് ഓഫ് ദി ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ വേവ് നമ്പർ, അതായത് 1/λ കാണാൻ ഇക്വേഷൻ നമുക്കറിയാം, R × 1/nf² - 1/ni². അതിൽ ലെയ്മാൻ്റെ ഫസ്റ്റ് ലൈനാണ് നമ്മളോട് പറയണത്. അപ്പോൾ ഇത് ഇങ്ങനെ 1 2 3 എന്നുണ്ടാവുമല്ലോ. ഫസ്റ്റത്തെ ലൈനല്ലേ ലെയ്മാൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ലൈന്, അതായത് 2 ന്ന് 1ക്ക്
അപ്പം NF എന്ന് പറയുന്നത് 1 ആണ്, NI എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. ആറിൻ്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 109,677 ഇൻറ്റു 1 - NF² എന്താണ് 1 ആണ്. 1/1² മൈനസ് 1/NI എന്താണ് 2² അപ്പോൾ 109,677 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3/4 എന്ന് കിട്ടും ഒരു പീസ്. അപ്പോൾ നമുക്ക് ന്യൂ ബാർ എന്താണ് കിട്ടുക 109,677 ഇൻറ്റു 3/4 എന്ന് കിട്ടും. നമ്മളോട് വേവ് ലെങ്ത് ആണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ, അതായത് 1 ന്യൂ ബാർ കാണുമ്പോൾ നമുക്ക് കിട്ടും 1 to 1.53 നാനോമീറ്റർ എന്ന് കിട്ടും. സോറി 7 ആട്ടോ. Account the following. A. Electron gain enthalpy value of noble gases are 0 എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. മൂന്നാമത്തെ പറയുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ക്ലോറിൻ. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഓഫ് നോബിൾ ഗ്യാസ് 0 ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസുകൾക്ക് എന്താണെന്ന് പറയുക, നോബിൾ ഗ്യാസ് ഓൾറെഡി സ്റ്റേബിൾ ആണ്. നോബിൾ ഗ്യാസിൻ്റെ ഒക്റ്ററ്റ് ഒക്കെ എന്താണ് കംപ്ലീറ്റ് ആണ്. നോബിൾ ഗ്യാസസിൻ്റെ ഒക്റ്ററ്റ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഓൾറെഡി കംപ്ലീറ്റ്. അപ്പോൾ ഇവർ എന്തിന് ട്രൈ ചെയ്യൂല, ഇവർ ഇലക്ട്രോണെ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ട്രൈ ചെയ്യില്ല, കാരണം ഓൾ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണല്ലോ. അതുകൊണ്ട് ഇവർ നോബിൾ ഗ്യാസസിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി 0 ആണ് വരിക. പിന്നെ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നൈട്രജൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് N7 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നൈട്രജൻ്റെ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് 1s2 2s2 2p3 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ ഇതിൻ്റെ ഓക്സിജൻ്റെ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് 1s2 2s2 2p4 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, നമ്മളെ p ഓർബിറ്റൽ ഇതിൽ ഇതെന്താണ് ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇത് സ്റ്റേബിൾ ആണ്. ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആണ് ഈ 2p3 എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഓക്സിജൻ്റെ കേസിൽ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഒന്നും ഇല്ല. അപ്പോൾ ഈ നൈട്രജൻ എന്ത് ചെയ്യില്ല, നൈട്രജന് ഈ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണെ വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യൂല. അതിന് ഓൾക്ക് നല്ല എനർജി കൊടുത്താൽ മാത്രമേ ഓരൊരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നൈട്രജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ആരെക്കാട്ടിലും കൂടുതലാവാൻ കാരണം, ഓക്സിജനെക്കാട്ടിലും കൂടുതലാവാൻ കാരണം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ക്ലോറിൻ. ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ക്ലോറിനെക്കാട്ടിൽ കുറവാകാൻ കാരണം ഫ്ലൂറിൻ്റെ സൈസ് ഭയങ്കര സ്മോൾ ആണ്. ഓക്കെ, ഫ്ലൂറിന് എന്താണ് സ്മോൾ ആണ്, ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് ഓൾറെഡി എന്ത് ചെയ്യും, ഇലക്ട്രോൺസുകൾ ഫ്ലൂറിൻ്റെ അടുത്തുണ്ട്. പിന്നെ ഫ്ലൂറിൻ എന്ന് പറയുന്നത് എത്രാമത്തെ പീരീഡിലുള്ള എലമെൻ്റ് ആണ്, സെക്കൻഡ് പീരീഡ് എലമെൻ്റ് ആണ്. അപ്പോൾ അത്രയും ചെറുതായതുകൊണ്ട് തന്നെ വീണ്ടും ഇലക്ട്രോൺസുകളെ ഇവർ വാങ്ങുന്ന സമയത്ത് ഭയങ്കര റിപ്പൾഷൻ ഉണ്ടാകും. അതെ, സ്മോൾ സൈസ് ആയതുകൊണ്ട് ഭയങ്കര റിപ്പൾഷൻ ഉണ്ടാകും. ആ റിപ്പൾഷൻ കാരണം എന്ത് ചെയ്യില്ല, പിന്നെ ഇലക്ട്രോൺസിനെ വാങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യില്ല. അതുകൊണ്ട് ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആരെക്കാട്ടിലും കുറവാണ്, ക്ലോറിനെക്കാട്ടിലും കുറവാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ ഒന്നാമത്തത്, അതായത് ഓപ്ഷൻ എ, റൈറ്റ്സ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഹൈബ്രിഡൈസേഷൻ നമുക്കറിയില്ലേ എന്താ, ഇൻ്റർമിക്സിങ് അല്ലേ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ. അതെ, ഇൻ്റർമിക്സിങ് ഓഫ് atomic orbitals having different shape and energy to form എന്താണ് hybrid orbitals of same shape and energy.
അതേപോലെ 2 ക്യാരക്ടറിസ്റ്റിക്കാണ് നമ്മളോട് ചോദിച്ചത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ആവുന്നത് അത്ര നമ്പർ ഓഫ് ഹൈബ്രിഡ് മോളിക്യൂൾസ് ഉണ്ടാവും. സോ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഇൻവോൾവ്ഡ് in hybridization equal to number of hybrid orbitals formed. Hybrid orbitals formed. അതേപോലെ ഈ ഉണ്ടാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് മോർ എഫക്റ്റീവ്ലി സ്റ്റേബിൾ ബോണ്ട് ഫോം ചെയ്യുക അറ്റോമിക് ഓർബിറ്റൽസിനേക്കാളും. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക് എക്സ്പ്ലെയിൻ യൂസിങ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഓക്സിജൻ മോളിക്യൂൾസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ഓക്സിജനിൽ 8 അല്ലേ, അപ്പോൾ O2 എത്ര ഉണ്ടാവും? 16 ഉണ്ടാവും. എന്നിട്ട് സിഗ്മ 1s, sigma star 1s, sigma 2s, sigma star 2s, pi 2px equal to pi 2py. എടാ അത് മറ്റേ കണ്ടീഷൻ ആട്ടോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഗ്രേറ്റർ ദാൻ 40 വരൂലേ, ഗ്രേറ്റർ ദാൻ 40 വരില്ലേ. അപ്പം നമ്മൾ സിഗ്മ 2pxൻ്റെ മുന്നിൽ ഏതാണ് യൂസ് ചെയ്യുക? സിഗ്മ 2pxൻ്റെ മുന്നിൽ പൈ 2px ആണ് നമ്മൾ യൂസ് ചെയ്യുക. പൈ 2py. എന്നിട്ട് സിഗ്മ 2pz പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. എന്നിട്ട് നമ്മൾ ഇലക്ട്രോണെ ഫില്ല് ചെയ്യുക. ആദ്യം നമ്മളിങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ കണ്ടോ ഓക്സിജൻ്റെ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിൽ, അതായത് അതും പൈ ഓർബിറ്റലിൽ അൺപെയർഡ് ആയിട്ടുള്ള 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇതിൽ പാരാമാഗ്നറ്റിക് ആണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടായ പാരാമാഗ്നറ്റിക് ആണല്ലോ. അതെ. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ്. മോളിക്യൂള് തന്നിട്ടുണ്ട്, ചില മോളിക്യൂള് തന്നിട്ടുമില്ല. ഹൈബ്രിഡൈസേഷൻ ചിലത് തന്നിട്ടുണ്ട്, ഷേപ്പ് ചിലതിൻ്റെ തന്നിട്ടുണ്ട്. ഈ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. PCl5 ആണ് ഫസ്റ്റത്തെ മോളിക്യൂള്. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമുക്കറിയണം. ഹൈബ്രിഡൈസേഷൻ നമുക്കറിയണമെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ ഇലക്ട്രോൺ പെയേഴ്സിനെ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ പഠിച്ചതാണ്. ഹാഫ് ഇൻറ്റു വാലൻസ് ഇലക്ട്രോണ് പ്ലസ് മോണോവാലൻ്റ് ആറ്റം മൈനസ് ചാർജ്. അപ്പോൾ നമുക്ക് PCl5ൻ്റെ കേസിൽ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. PCl5ൽ നമുക്ക് ഫോസ്ഫറസ് 15ാമത്തെ ഗ്രൂപ്പിലുള്ളതാണ്. വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസുകൾ ഉണ്ടാകും. അപ്പോൾ ഹാഫ് ഇൻറ്റു വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് 5 പ്ലസ് വാലൻസി 1 ആയ ആറ്റംസുകൾ അതിൻ്റെ ചുറ്റും ഉണ്ടെങ്കിൽ അതിനെ എഴുതാം. അപ്പോൾ ഇവിടെ 5 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ 5. ഇതിന് ചാർജ് ഉണ്ടോ? PCl5 ചാർജ് ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? -0. അപ്പോൾ 10/2, അതായത് എന്ത് വരും? 5 ഇലക്ട്രോൺ പെയേഴ്സുകൾ ഉണ്ട്. 5 ഇലക്ട്രോൺ പെയേഴ്സുകളുള്ള ഒരാളുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3d ആണ്. ഓക്കെ, sp3d. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? sp3d. ഇതിൻ്റെ ഷേപ്പ് വരുന്നത് ട്രയാഗണൽ ബൈപിരമിഡലാണ്. ഇനി sp3 ഹൈബ്രിഡൈസേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യണം? ഒരു മോളിക്യൂൾ എഴുതണം. sp3 ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്ന ഒരു മോളിക്യൂളിന് എക്സാമ്പിളാണ് മീഥെയിൻ എന്ന് പറയുന്നത്. CH4 മീഥെയിൻ. അല്ലെങ്കിൽ വേറെ എന്ത് പറയാം? നമുക്ക് CCl4 ഒക്കെ പറഞ്ഞൂടെ? ഓക്കെ, CCl4 ഇതൊക്കെ പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ ഇതിൻ്റെയൊക്കെ ഷേപ്പ് sp3 ആണെന്നുണ്ടെങ്കിൽ ഷേപ്പ് ഏതാ വരിക? ടെട്രാഹെഡ്രൽ.
ഇനി BF3 ആണ്. BF3ൻ്റെ കേസിലും ഹൈബ്രിഡൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ പെയേഴ്സിനെ കാണുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു ബോറോൺ 13 ഗ്രൂപ്പാണ്. അപ്പോൾ 3 പ്ലസ് മോണോവാലൻ്റ് ആറ്റം ഫ്ലൂറിൻ്റെ -1 ആണ് വാലൻസി വരുന്നത്. അപ്പോൾ 3 ചാർജ് ഒന്നുമില്ല, 0. അതുകൊണ്ട് ഇവിടെ 3 എന്ന് വരും. അതായത് 3 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരാളുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ആണ്. ഈ BF3ൻ്റെ ഒക്കെ ഷേപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ട്രയഗണൽ പ്ലാനാർ ആണ്. ട്രയഗണൽ പ്ലാനാർ. ഇനി ClF3 തന്നിട്ടുണ്ട്, ഹൈബ്രിഡൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇലക്ട്രോൺ പെയേഴ്സിനെ നോക്കുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു ക്ലോറിൻ 7 പ്ലസ് 3 മൈനസ് 0, അതായത് 5 എന്ന് വരും. ഓക്കെ, ഇവിടെ sp3d എന്ന് വരും. ഇതിൻ്റെ ഷേപ്പ് T ഷേപ്പാണ്. ഇതെങ്ങനെ ആയത് വെച്ചാൽ ഇവിടെ നമുക്കറിയാം ഇലക്ട്രോൺ പെയേഴ്സ് 5 ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബോണ്ട് പെയറും ലോൺ പെയറും നോക്കുന്ന സമയത്ത് ബോണ്ട് പെയറും ലോൺ പെയറും നോക്കണം. ഇവിടെ 3 ബോണ്ട് പെയറുകളുണ്ട്. ഒരു ക്ലോറിൻ 3 ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. 3 ബോണ്ട് പെയർസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബോണ്ട് പെയർ 3 എണ്ണമാണ്. 5 എണ്ണത്തിൽ 3 എണ്ണം ബോണ്ട് പെയർ ആണെന്നുണ്ടെങ്കിൽ ബാക്കി 2 എണ്ണം എന്തായിരിക്കും? ലോൺ പെയർ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ ഈ sp3d എന്ന് പറയുമ്പോൾ നമ്മൾ ട്രയഗണൽ പ്ലാനാർ ആണ് അതിൻ്റെ ഷേപ്പ്, ട്രയഗണൽ ബൈപിരമിഡലാണ് അതിൻ്റെ ഷേപ്പ് പറയല്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷേപ്പ് എഴുതുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരക്കും. ഈ സമയത്ത് ഇവിടെ നമുക്ക് 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആണ് തന്നിട്ടുള്ളത്. ആരൊക്കെയാണ് നമ്മൾ ബോണ്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറിനും ഫ്ലൂറിനുമാണ്. അപ്പോൾ അപ്പോൾ ഇതിൽ ക്ലോറിൻ നമ്മളെ ഇത് ClF3 അല്ലേ. അപ്പോൾ ഇവിടെ Cl 3 ഫ്ലൂറിൻ ഉണ്ട്. 3 ഫ്ലൂറിൻ ആറ്റം ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ലോൺ പെയറുകളും ആണുള്ളത്. 2 ലോൺ പെയർ കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ 2 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഈ ഷേപ്പ് നോക്കി, ഈ ഷേപ്പ് T ഷേപ്പാണ്. അതാണ് ഇതിൻ്റെ ഷേപ്പ് T എന്ന് വരാൻ കാരണം. നമ്മൾ ഇലക്ട്രോൺ പെയേഴ്സിനെ നോക്കിയിട്ട് അതിൻ്റെ ലോൺ പെയറും ബോണ്ട് പെയറൊക്കെ നോക്കിയാണ്ടാണ് നമ്മൾ ഈ ഷേപ്പ് എഴുതുന്നത്. ഓക്കെ, 22ാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മെത്തനോൾ CH3OH ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. നമുക്ക് 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഇക്വേഷൻസിന് ഒരു നെയിം ഇടാണ്. 1 ഫസ്റ്റത്തെ ഇക്വേഷൻ 1, 2, 3. സ്റ്റാൻഡേർഡ് ഫോർമേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് മെത്തനോൾ ആണ് ചോദിച്ചത്. അപ്പം നമുക്ക് മെത്തനോൾ എങ്ങനെ ഉണ്ടാവണമെന്ന് നോക്കാം. സി ഗ്രാഫൈറ്റിൽ നിന്ന് മെത്തനോൾ 4 ഹൈഡ്രജൻ വേണ്ട, 2H2 ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗിവ്സ് CH3OH. ഇതാണ് മെത്തനോൾ. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷന് ഇതിൽ നിന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം മെത്തനോൾ നമുക്ക് പ്രൊഡക്റ്റ് സൈഡിലാണ് ഉള്ളത്. ഫസ്റ്റത്തെ റിയാക്ഷൻ നോക്കുമ്പോൾ അവിടെ മെത്തനോൾ ഉണ്ട്, പക്ഷേ അത് റിയാക്റ്റൻ്റ് സൈഡിലാണ് ഉള്ളത്. സോ നമ്മൾ ഈ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യും. സോ എന്തൊക്കെ കാട്ടണമെന്ന് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. റിവേഴ്സ് ഫസ്റ്റത്തെ റിയാക്ഷൻ. അപ്പോൾ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് എൻതാൽപ്പി ചേഞ്ചും റിവേഴ്സ് ആവും. അതേപോലെ രണ്ടാമത്തെ റിയാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഗ്രാഫൈറ്റിനെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലാണ് വേണ്ടത്. ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ തന്നെയാണ് ഗ്രാഫൈറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റിയാക്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ നോക്കുമ്പോൾ ഹൈഡ്രജൻ H2 പ്ലസ് ഹാഫ് O2 ഗീവ്സ് H2 ആണ്. പക്ഷെ നമുക്കിവിടെ 2 ഹൈഡ്രജൻ വേണം. പക്ഷെ ഇവിടെ 4 ഹൈഡ്രജൻ വേണം. പക്ഷെ നമുക്കിവിടെ 2 ഹൈഡ്രജൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ, അതായത് തേർഡ് റിയാക്ഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. തേർഡ് റിയാക്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സെക്കൻഡിന് മാറ്റമൊന്നും വരുത്തണില്ല. അപ്പുറത്ത് ഇതാണ് നമ്മൾ റിയാക്ഷൻസ് ഉള്ളത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഫസ്റ്റ് റിയാക്ഷനെ റിവേഴ്സ് ചെയ്തു. അപ്പം അതിൻ്റെ എൻതാൽപ്പി എന്തായി? പോസിറ്റീവായിട്ടോ. പിന്നെ സെക്കൻഡ് റിയാക്ഷൻ ഇതൊന്നാണ്. സെക്കൻഡ് റിയാക്ഷൻ്റെ എൻതാൽപ്പി നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തേർഡ് റിയാക്ഷൻ്റെ എൻതാൽപ്പി നമ്മളൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് മെത്തനോൾ കിട്ടും. അപ്പോൾ 126 പ്ലസ് മൈനസ് 393 മൈനസ്
2 ഇൻറ്റു 286 ഇത് ചെയ്യുമ്പോൾ നമുക്ക് -239 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യനിൽ എ പറയുന്നത് സ്റ്റേറ്റ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ഇൻക്രീസസ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ് സ്പോണ്ടേനിറ്റി ഓഫ് എ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എൻട്രോപ്പി? എൻട്രോപ്പി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ റൈറ്റ് ഹൗ സ്പോണ്ടേനിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് റിലേറ്റഡ് ടു വിത്ത് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച്. ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചിനോട് സ്പോണ്ടേനിറ്റി എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയുന്ന ഒരു കേസാണ്. ഡെൽറ്റ ജീൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് എന്താണ്? സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണ്. അതാണ് 23ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആൻഡ് ദ Kp ഇൻ ദ റിയാക്ഷൻ. നമുക്ക് റിയാക്ഷൻ തന്നിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് ഗിവ്സ് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമുക്കറിയാം Kp എന്ന് പറഞ്ഞാൽ എന്താണ്? Kc ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ Ng അല്ലേ? അപ്പോൾ ഡെൽറ്റ Ng എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ്, ഗ്യാസസിൻ്റെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, പ്രൊഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ കാൽഷ്യം ഓക്സൈഡും എന്താണ്? കാൽഷ്യം ഓക്സൈഡ് സോളിഡ് ആണ്, ഗ്യാസ് അല്ല. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് പരിഗണിക്കണ്ട. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. സോ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഇവിടെ ഒന്നല്ലേ ഉള്ളത്? 1. അപ്പോൾ 1 മൈനസ് കാൽഷ്യം കാർബണേറ്റോ അതും സോളിഡാണ്. അപ്പോൾ അതിൻ്റെ കൊടുക്കണ്ട. 0 = 1 കിട്ടും. അപ്പോൾ Kp എന്ന് പറയുന്നത് എന്തേക്കാരം? Kc ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ Ng 1. അപ്പോൾ Kp = Kc RT എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡിഫൈൻ ബഫർ സൊല്യൂഷൻ, റൈറ്റ് എനി വൺ എക്സാമ്പിൾ ഫോർ ബേസിക് ബഫർ. ബഫർ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ സൊല്യൂഷൻസിലെ വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ PS വെൻ അഡീഷണൽ എമൗണ്ട് ഓഫ് ഡയലൂട്ട് ആസിഡോ ബേസോ ആഡ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇൻ pH റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുക. അതേപോലെ ബേസിക് ബഫറിൻ്റെ എക്സാമ്പിളാണ് NH4Cl NH4OH. 25ാമത്തെ ക്വസ്റ്റ്യൻ ദ സോല്യൂബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് സാൾട്ട് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് സോല്യൂബിലിറ്റി. ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ സോല്യൂബിലിറ്റി പ്രൊഡക്റ്റ് ആൻഡ് സോല്യൂബിലിറ്റി ഓഫ് BaSO4. ഓക്കെ, നമുക്കറിയുന്ന ഒരു റിയാക്ഷനാണ് BaSO4. BaSO4 എന്തൊക്കെയായിട്ടും സ്പ്ലിറ്റ് ചെയ്യും. BA അയണൈസ് ചെയ്യും കേട്ടോ. SO4 2 BA 2+ഉം SO4 2- ആകും. ഓക്കെ, നമുക്കിവിടെ ടൈം = 0, അതായത് ഇനീഷ്യൽ സമയത്ത് ഇവിടെ S ഉണ്ടായിരുന്നു, ഇവിടെ ഇത് പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല, 0 ആയിരിക്കും. പിന്നെ ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് ഇവിടെ എസ്സും ഇവിടെ എസ്സും, അതായത് സോല്യൂബിലിറ്റി പ്രൊഡക്റ്റ് KSP എന്ന് പറയുന്നത് ഈ BaSO4 എന്താണ്? സോളിഡാണ്. BaSO4 സോളിഡ് ആയതുകൊണ്ട് നമ്മൾ KSP എഴുതുന്ന സമയത്ത് നമ്മൾ BaSO4 എന്ത് ചെയ്യില്ല? പരിഗണിക്കില്ല. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ S, ഇതിൻ്റെ കോൺസെൻട്രേഷൻ S. അപ്പോൾ S² എന്ന് വരും. പിന്നെ നമ്മൾ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ് എഴുതേണ്ടത്. പക്ഷേ ഇവിടെ സോളിഡ് ആയതുകൊണ്ട് നമ്മളത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ KSP = S² എന്നാണ് വരിക. ഓക്കെ, ഇനി ഇതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ സോല്യൂബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് BaSO4 വാല്യൂ തന്നിട്ടുണ്ട് അറ്റ് 298 Kelvin. കാൽക്കുലേറ്റ് ദ സോല്യൂബിലിറ്റി ഓഫ് BaSO4 അറ്റ് 298 Kelvin. ഈ S ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. KSPൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടെ 1.2 × 10⁻⁻10 എന്നാണ് KSPൻ്റെ വാല്യൂ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, √KSP ചെയ്താൽ മതി. √KSP ഓക്കെ. റൂട്ട് നമുക്ക് ഇവിടെ തന്ന വാല്യൂ 1.2 × 10⁻⁻10 ആണ്. ഇത് ഏകദേശം ചെയ്ത് കഴിഞ്ഞാൽ 1.09 × 10⁻⁻5 എന്നുള്ള ഒരു വാല്യൂ ഒക്കെ കിട്ടുക. ഏകദേശം ഈ ഒരു വാല്യൂ ആണ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ വാല്യൂ കിട്ടും. ഇനി ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 26 to 13 ഈസ് ക്യാരി 4 സ്കോർ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 4 എണ്ണത്തിന് ആൻസർ എഴുതണം. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ക്ലാസിഫൈ ദ ഫോളോയിങ് സൊല്യൂഷൻ ഇൻ ടു അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ. NaCl തന്നിട്ടുണ്ട്, NH4 NO3 തന്നിട്ടുണ്ട്, NaCN തന്നിട്ടുണ്ട്, NaNO2 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഏതൊക്കെ വെച്ചാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്. ആസിഡ്, ബേസ്, ബേസിക്, ന്യൂട്രൽ. അതിൽ നമുക്ക് ആദ്യത്തെ നോക്കാം. ആദ്യത്തെ എന്ന് പറയുമ്പോൾ NaCl. ഇതൊക്കെ സാൾട്ടുകളാണ് തന്നിട്ടുള്ളത്. NaCl എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് NaOHും HCl പാടെ റിയാക്ട് ചെയ്തിട്ടുണ്ടായതാണ് NaCl. നമുക്കറിയാം സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും സാൾട്ട് എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. അപ്പം ന്യൂട്രൽ NaCl. ഇനി NH4 NO3. NH4 NO3 നോക്കുമ്പോൾ ഇതിൽ NH4OHൻ്റെയും അതേപോലെ HNO3ൻ്റെയും സാൾട്ടാണ്. ഇതിൽ HNO3 എന്താണ്, സ്ട്രോങ് ആസിഡാണ്. ഇത് വീക്ക് ബേസാണ് NH4OH. അപ്പോൾ വീക്ക് ബേസ് ആട്ടോ. വീക്ക് ബേസിൻ്റെയും സ്ട്രോങ് ആസിഡിൻ്റെയും സാൾട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. അപ്പോൾ അസിഡിക്കിൽ NH4 NO3. ഇനി NaCN എന്ന് പറയുമ്പോൾ NaOH സ്ട്രോങ് ബേസ് ആണ്. അതേപോലെ HCN വീക്ക് ആസിഡാണ്. അതായത് NaCN എന്ന് പറയുമ്പോൾ സ്ട്രോങ് ബേസിൻ്റെയും വീക്ക് ആസിഡിൻ്റെയും സാൾട്ടാണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ബേസിക് ആയിരിക്കും. അടുത്തത് NaNO2. NaNO2ൽ NaOH പ്ലസ് HNO2ൻ്റെ സാൾട്ട് ആയിരിക്കും എന്ത്, NaNO2. NaOH എന്താണ്, സ്ട്രോങ് ബേസ് ആണ്. അതേപോലെ HNO2 എന്താണ്, വീക്ക് ആസിഡ് ആണ്. അപ്പോൾ NaNO2 എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. സോറി, NH4CN NaCN. ഓക്കെ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ദ ഹെൻഡേഴ്സൺ-ഹേസൽബാച്ച് ഇക്വേഷൻ ഫോർ ആൻ അസിഡിക് ബഫർ. ഒരു പേജ്. ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ pH = pKa പ്ലസ് അസിഡിക് ബഫറിനെയാണ് ചോദിച്ചത്. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അപ്പുറത്ത്. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ, ബീത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് കാൽക്കുലേറ്റ് ദ pH ഓഫ് ആൻ അസിഡിക് ബഫർ കണ്ടെയ്നിങ് 0.1 മോളാർ CH3COH ആൻഡ് 0.5 മോളാർ CH3CONA. ആ പേജ് അപ്പുറത്ത്. CH3COHൻ്റെ കോൺസെൻട്രേഷൻ പറഞ്ഞിരിക്കുന്നത് 0.1 മോളാർ. CH3CONA അതായത് സോഡിയം അസറ്റേറ്റ് സാൾട്ടിൻ്റെ കോൺസെൻട്രേഷനാണ് നമുക്ക് 0.5 മോളാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നമുക്ക് അവിടെ K തന്നിരിക്കുന്നത്. Kൻ്റെ വാല്യൂ 1.8 × 10⁻⁻6. 1.8 × 10⁻⁻6. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താണ് അത് ചെയ്യാൻ. അതിൽ pK നമുക്ക് ആദ്യം കാണണം. pK എങ്ങനെ കാണുക, മൈനസ് ലോഗ് K ആണ്. അതിൽ മൈനസ് ലോഗ് Kൻ്റെ വാല്യൂ എന്താണ്, 1.8 × 10⁻⁻6. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 5.74 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് കിട്ടും. അടുത്ത് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിത് ചെയ്യണം. ഒരു പേജ്
pH is equal to pK plus log concentration of salt by concentration of acid. അപ്പോൾ നമുക്കിപ്പോൾ പി കെ കിട്ടി 5.74 പ്ലസ് ലോഗ് സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്താണെന്ന് വെച്ചാൽ 0.5 മോൾ ഡിവൈഡഡ് ബൈ ആസിഡിൻ്റെത് 0.1. ഇത് നമുക്ക് ചെയ്താൽ അപ്രോക്സിമേറ്റ് നമുക്ക് 6.44 കിട്ടും. ഓക്കെ 27ാമത്തെ ക്വസ്റ്റ്യനിൽ എ സ്റ്റേറ്റ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ എന്നാണ്. ഹെസ്സസ് ലോ നമുക്കറിയാം, ഒരു റിയാക്ഷൻ ഒരുപാട് സ്റ്റെപ്പിൽ നടന്നാലും ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും അതിൻ്റെ നെറ്റ് എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, നമുക്കതിങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ നെറ്റ് എൻതാൽപ്പി ചേഞ്ച് ഈസ് കോൺസ്റ്റൻറ്റ് വെദർ ദ പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ വൺ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ എ റിയാക്ഷൻ ഈസ് 5. വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് ഡെൽറ്റ G0? നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷനാണ് എന്ത്? ഡെൽറ്റ G ഈക്വൽ ടു -2.303 RT log Kc. നമുക്കിവിടെ എന്തിൻ്റെ വാല്യൂ തന്നിക്കണേ? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിക്കണേ. എത്രയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിക്കണേ? 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റിയാക്ഷനിലോട്ട് എന്ത് ചെയ്യണം? അത് ഇട്ട് കൊടുക്കണം. ഡെൽറ്റ G ഈക്വൽ ടു -2.303. R നമ്മൾ ജൂളിലാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 8.314 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 300 കെൽവിൻ. കെൽവിൻ തന്നെയാണ് തന്നത്, അപ്പോൾ മാറ്റാനൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യണം? ലോഗ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 5. ഓക്കെ, നമുക്ക് ലോഗ് 5ൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഒരു 0.7 ആണ് വരിക. പിന്നെ 8.314 ഇൻറ്റു -2.303. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1414.98 4014.98. ഈ ഒരു അപ്രോക്സിമേറ്റ്ലി ഇങ്ങനൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ജൂൾ പെർ മോളാണ് ഇതിൻ്റെ യൂണിറ്റ് വരിക. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ എ പാർട്ട് എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് PCl5. PCl5ൻ്റെ സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ പെയർ കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഹാഫ് ഇൻറ്റു വാലൻസ് ഇലക്ട്രോൺ പ്ലസ് മോണോവാലൻറ്റ് ആറ്റം. സറൗണ്ടിങ് ആറ്റം കേട്ടോ, സറൗണ്ടിങ് മോണോവാലൻ്റ് ആറ്റം മൈനസ് ചാർജ്. അപ്പോൾ PCl5ൻ്റെ നോക്കുക. PCl5ൽ വാലൻസ് ഇലക്ട്രോൺസ് 5 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. അതേപോലെ ക്ലോറിൻ എന്ന് പറയുന്നത് വാലൻസി -1 ആണല്ലോ, മോണോവാലൻ്റ് ആറ്റാണ്. അപ്പോൾ 5 ക്ലോറിൻ മൈനസ് ചാർജ് ഒന്നുമില്ല ഈക്വൽ ടു 5 എന്ന് കിട്ടും. 5 ഇലക്ട്രോൺ പെയർ ഉണ്ട്. അപ്പോൾ 5 ഇലക്ട്രോൺ പെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്താ വരിക? sp3d. പിന്നെ അതിൻ്റെ സ്ട്രക്ചറാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 5 ഇലക്ട്രോൺ പെയറിൽ 5 ബോണ്ടും ക്ലോറിൻ ഫോം ചെയ്തിക്കണ്, അല്ല ഫോസ്ഫറസ് ക്ലോറിൻ്റെ ഒപ്പം ഫോം ചെയ്തിക്കണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വരിക ട്രയഗണൽ ബൈപിരമിഡലാണ്. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. PCl5 ഈസ് അൺസിമെട്രിക് വൈ? PCl5ൻ്റെ സ്ട്രക്ചർ വന്നിട്ട് ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഒരു ക്ലോറിൻ. PCl5ൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം ട്രയഗണൽ ബൈപിരമിഡൽ ആണല്ലോ. കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു ബൈപിരമിഡൽ. അപ്പോൾ ഇതിന് 2 ആക്സിയൽ ബോണ്ടും 90 ഡിഗ്രിയിലാണുള്ളത്. അതേപോലെ 3 ഇക്വിറ്റോറിയൽ ബോണ്ടും ഉണ്ട്. ഇക്വിറ്റോറിയൽ ബോണ്ട് 120
ഡിഗ്രിയിലും ഉണ്ട്. സോ ഈ ആക്സിയൽ ബോണ്ട് ഉണ്ടല്ലോ, ഇവിടുത്തെ ഇക്വറ്റോറിയൽ ബോണ്ട് കാരണം റിപ്പൽഷൻ നല്ലോണം കിട്ടും. ബോണ്ട് പെയർ റിപ്പൽഷൻ നന്നായിട്ടുണ്ടാവും. അതേപോലെ ഇതിൻ്റെ ഈ അൺസിമെട്രിക് ഷേപ്പ് കാരണം ഈ ആക്സിയൽ ബോണ്ട് ലോങ് ആയിരിക്കും, ഇക്വറ്റോറിയൽ ബോണ്ട് ഷോർട്ട് ആയിരിക്കും. Axial bond suffer repulsion equatorial bond. 2 equatorial bonds. ഈ 3 ഇക്വറ്റോറിയൽ ബോണ്ടിൽ 2 ഇക്വറ്റോറിയൽ ബോണ്ടാണ് ഈ 2 ആക്സിയൽ ബോണ്ടിനെയും ഭയങ്കരമായിട്ട് റിപ്പൽ ചെയ്യുക. സോ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രയാഗണൽ ബൈപിരമിഡൽ എന്ന് പറയുന്ന ഷേപ്പ് സിമെട്രിക് അല്ലല്ലോ. സോ ആ സിമെട്രി കൂടി വരും. അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെ. വാട്ട് ഈസ് ഡൈപോൾ മൊമെന്റ്? എന്താണ് ഡൈപോൾ മൊമെന്റ് എന്നാണ് ചോദിച്ചത്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് separated the charges. Distance of separation. അതായത് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് Q ഇൻറ്റു ഡി ആണ്. ഓക്കെ, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, BF3 ഹാസ് 0 ഡൈപോൾ മൊമെന്റ് ബട്ട് NH3 ഈസ് നോട്ട് 0 ഡൈപോൾ മൊമെന്റ് എന്നുള്ളതാണ്. BF3ൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ കേസിൽ നമുക്ക് ബോറോണും ഫ്ലൂറിനും എടുക്കുന്ന സമയത്ത് നമുക്കറിയുന്നത് ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം. അപ്പോൾ ഈ ഫ്ലൂറിൻ്റെ അവിടേക്ക് ആയിരിക്കും ഈ ബോണ്ടിൻ്റെ നെറ്റ് ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ 2 ഫ്ലൂറിൻ്റെ അടുത്തേക്കും പൊളാരിറ്റി, അതായത് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകും. ഇതിൻ്റെ രണ്ടിൻ്റെയും നെറ്റ് അടിയിലോട്ടുണ്ടാകും, താഴോട്ട്. ഇനി ഇവിടെ ഇതിൻ്റെ ഈ ഫ്ലൂറിൻ്റെ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും ഇതിൻ്റെ നെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും, അങ്ങനെ ഈ 2 വെക്ടറുകളും എന്ത് ചെയ്യും പോവും, ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ഇവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 നമുക്ക് കിട്ടും. പക്ഷേ NH3ൻ്റെ ഷേപ്പ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു നൈട്രജൻ, പിരമിഡൽ ഷേപ്പാണ് അമോണിയക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു നൈട്രജൻ ഉണ്ട്. ഈ നൈട്രജൻ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജനും എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. അപ്പോൾ നൈട്രജൻ്റെ അടുത്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ, ഇത്രയും ഭാഗത്തിൻ്റെ ടോട്ടൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് മുകളിലോട്ടുണ്ടാകും. പിന്നെ ലോൺ പെയറിൻ്റെ ഡൈപോൾ മൊമെന്റും എന്തുണ്ടാകും, മുകളിലോട്ടുണ്ടാകും. അങ്ങനെ ഇതിൻ്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് മുകളിലോട്ടുണ്ടാകും. അതുകൊണ്ട് ഇതിൻ്റെ ഡൈപോൾ മൊമെന്റ് ഒരിക്കലും എന്തായി എന്ന് പറയാൻ പറ്റൂല, നമുക്ക് 0 ആയി എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഇവിടെ BF3ൻ്റെ 0 ആണ്, പക്ഷേ NH3ൻ്റെ എന്തല്ല, 0 അല്ല. ഇനി ഹീലിയം 2 മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ് വൈ എന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാം ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 2 ആണ്. അപ്പോൾ ഹീലിയം 2 എന്ന് പറയുമ്പോൾ എന്തേക്കാരം, 2 + 2 അതായത് 4. നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇതിൻ്റെ കോൺഫിഗറേഷൻ σ1s σ*1s ഇത് മതിയാകും. ഇനി എന്താണ്, ഇതിൽ നമുക്ക് ഇലക്ട്രോൺ ഫിൽ ചെയ്യുക. അപ്പോൾ ബോണ്ടിങ്ങിലും 2 ഉണ്ടാവും, ആൻറ്റി ബോണ്ടിങ്ങിലും 2 ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോണ്ട് ഓർഡർ കാണാം. ബോണ്ട് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ എന്താ, കാണാനുള്ള ഇക്വേഷനാണ് ½ ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ ബോണ്ടിങ് ഇലക്ട്രോൺസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ ബോണ്ട് ഓർഡർ ½ ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോണ് 2 എണ്ണം, ആൻറ്റി ബോണ്ടിങ്ങിലും എത്ര ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 - 2 അതായത് ബോണ്ട് ഓർഡർ എന്ത് വരും, 0 എന്ന് വരും. ബോണ്ട് ഓർഡർ 0 ആയ ഒരു മോളിക്യൂൾ എന്തല്ല, എക്സിസ്റ്റ് അല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, ഹീലിയം 2 മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ ഇതിൻ്റെ ബോണ്ട് ഓർഡർ എന്താണ്, 0 ആണ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഡിഫൈൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്, ഗിവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്.
എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ദ പ്രോപ്പർട്ടി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി അല്ലേ, ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുക. അതിൻ്റെ എക്സാമ്പിള് മാസ്, വോളിയം, അതൊക്കെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീൻ്റെ എക്സാമ്പിൾ. ഇനി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, ദ പ്രോപ്പർട്ടി വിച്ച് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതോ ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അതിൻ്റെ എക്സാമ്പിളാണ് ഡെൻസിറ്റി, EMF എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രക്ട് ആൻ എൻതാൽപ്പി ഡയഗ്രാം ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ലാറ്റിസ് എൻതാൽപ്പി ഓഫ് സോഡിയം ക്ലോറൈഡ്. ഒരു പേജ് ഉണ്ട്. സോഡിയം ക്ലോറൈഡ്, അതായത് NaClൻ്റെ ലാറ്റിസ് എൻതാൽപ്പി ഡയഗ്രാം വരയ്ക്കാനാണ് പറയുന്നത്. നമുക്കറിയാം ബോൺ ഹേബർ സൈക്കിൾ നമ്മൾ പഠിച്ചില്ലേ, അതാണ് ഇത്. നമ്മൾ Na+ സോളിഡും Cl ഗ്യാസും റിയാക്ട് ചെയ്യുമ്പോൾ അതായത് ഫോർമേഷൻ എൻതാൽപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് ഹാഫ് ക്ലോറിൻ ആട്ടോ. Na solid പ്ലസ് ഹാഫ് Cl2 ഗ്യാസ് ഗീവ്സ് ഫോർമേഷൻ എൻതാൽപ്പിയാണ് ഈ തന്നിട്ടുള്ളത് NaCl. അപ്പോൾ നമ്മൾ Na solid നിന്നും ഹാഫ് Cl2 ഗ്യാസിന് നമുക്ക് NaCl ഉണ്ടാക്കണം. സോ അതിന് നമുക്ക് ഇത് ഹെസ്സസ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. സോഡിയം ആദ്യം സോളിഡ് ആണല്ലോ, അതിനെ നമുക്ക് ആദ്യം ഗേഷ്യസ് സ്റ്റേറ്റിക്കാക്കി മാറ്റണം. അപ്പോൾ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആവുകയാണ്, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറയും. അതോ അല്ലെങ്കിൽ അറ്റോമൈസേഷൻ, ഒരു സോളിഡ് ഗ്യാഷ്യസ് ആവുമ്പോൾ മാറുന്നതാണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. എന്നിട്ട് അതിന് സോഡിയം ഗ്യാസ് ആണല്ലോ, ഇപ്പോൾ അത് Na+ ആവണം. Na+ഉം Cl- ചേർന്നാലല്ലേ NaCl ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു അയോണ്, അതായത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. അതാണ് അയണൈസേഷൻ എൻതാൽപ്പി. അതായത് Na ഗ്യാസ് ഒരു ഇലക്ട്രോണ് വിട്ടുകൊടുത്തിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലെ ആറ്റങ്ങൾക്കല്ലേ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് Na+ ആയി മാറും. ക്ലോറിൻ്റെ കേസാണെങ്കിൽ ക്ലോറിൻ ഓൾറെഡി ഗ്യാസാണ്, അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ രണ്ട് ക്ലോറിൻ ഉണ്ട്, ക്ലോറിൻ മോളിക്യൂളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് NaCl ഒരു ക്ലോറിൻ ഉള്ളുവല്ലോ, അപ്പോൾ നമ്മൾ ഹാഫ് ക്ലോറിൻ മതി നമുക്ക്. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുമ്പോൾ രണ്ട് ക്ലോറിനെ അതായത് രണ്ട് ക്ലോറിനെ ലിങ്ക് ചെയ്ത രണ്ട് ക്ലോറിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ട എൻതാൽപ്പി ആണല്ലോ ബോണ്ട് എൻതാൽപ്പി. സോ നമുക്കിവിടെ ഒരു ക്ലോറിൻ മതി, അപ്പോൾ ഹാഫ് ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ ക്ലോറിൻ ഗ്യാസ് എന്തായി, ഒരു ക്ലോറിൻ ആറ്റമായി മാറി. പിന്നെ ക്ലോറിൻ എന്താക്കണം, ഇവിടെ Na+ സോഡിയം ഒരു ഇലക്ട്രോണെ കൊടുത്തു, ആ ഇലക്ട്രോൺ ആര് വാങ്ങണം, ക്ലോറിൻ വാങ്ങണം. അങ്ങനെയല്ലേ നമ്മൾ അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ ഒരു ഇലക്ട്രോണെ വാങ്ങിയിട്ട് Cl- ആയി. ഈ Na+ഉം Cl- കൂടെ ചേർന്നിട്ട് NaCl ഉണ്ടാവും. അതാണ് ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ ഫോർമേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ സബ്ലിമേഷൻ എൻതാൽപ്പി പ്ലസ് അയോണൈസേഷൻ എൻതാൽപ്പി പ്ലസ് ഹാഫ് ഇൻറ്റു ബോണ്ട് എൻതാൽപ്പി പ്ലസ് ഇലക്ട്രോഗെയിൻ എൻതാൽപ്പി പ്ലസ് ലാറ്റിസ് എൻതാൽപ്പിയാണ്. അപ്പോൾ നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ലാറ്റിസ് എൻതാൽപ്പി അവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുകയാണ്. എല്ലാവരും തെറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് കാണുക. അപ്പോൾ എല്ലാവരും നന്നായി എഴുതി എന്ന് വിചാരിക്കണം. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.